ഹായ് ഓൾ, ഗാങ്ടോക്ക് യാത്രയിലെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. അന്നത്തെ ദിവസം തന്നെയാണ്. അതായത് ഗോങ്ജാങ് മോണ്ടശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഇത് ഒത്തിരി പുരാതനമായ ഒരു ബുദ്ധക്ഷേത്രമാണ്. ഒത്തിരി നല്ല 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 പെയിൻറ്റിങ്ങൾ, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സുള്ള പെയിൻറ്റിങ്ങുകൾ, ഉള്ളിൽ നല്ല നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യമാണ് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ. പിന്നെ ഭയങ്കരമായ ശാന്തതയും ഇത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ ഒന്നും ഒരുപാട് പകർത്താൻ പറ്റില്ല, കാരണം കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പേരൊന്നും വീഡിയോ ആയിട്ട് നടക്കുന്നില്ല. അപ്പോൾ പരമാവധി പറ്റണത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന സൈഡിൽ തന്നെയുള്ള താര എന്ന് പറഞ്ഞ ടെമ്പിളാണിത്. ഇതൊരിക്കലും മിസ്സാക്കത്ത്, ചെന്ന് കാണേണ്ട തന്നെയാണ്. അകത്തേക്ക് കയറാനുള്ള ഇതിൽ കയറാൻ പറ്റും, വീഡിയോ എടുക്കാനുള്ള അനുവാദം ഇല്ല, അതിന് പുറത്തുനിന്ന് തന്നെ എടുക്കുകയാണ്. അവിടുത്തെ പ്രാർത്ഥന കേട്ട് നമ്മളിങ്ങനെ ഇരുന്ന് പോകും, അത്രയും ലയിച്ചിരുന്നു പോകും. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. മുഴുവനും ഗാങ്ടോക്ക് കാണുന്ന രീതിയിലാണ് അതിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇനി അവിടെ ഉള്ള ഒരു അടുത്ത ക്ഷേത്രമാണ് ഗണേഷ് ടോക്ക്. ഗണേശ ഭഗവാന്റെ അമ്പലമാണ്. अभी और चटना है। ओल्ड गणेश तो कैसा था? ഇത് കണ്ട റെഡ് ഷാളുകൾ ഇങ്ങനെ ഇതുപോലെ കെട്ടി വെച്ചേക്കണം കേട്ടോ. ഓരോരുത്തരെ വഴിപാടാന്ന് തോന്നുന്നുണ്ട് ഇവിടുത്തെ. അത്രയധികം കെട്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തുണ്ടല്ലോ, ഈ വീഡിയോയിൽ ഇത്രയും ഭംഗിയൊന്നുമില്ല, പക്ഷെ നേരിട്ട് കിടന്നുള്ള ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ അഞ്ചി പോകും, അത്ര ഭംഗിയത്. അടുത്തത് ഹനുമാൻ ടോക്ക്. ഇവിടെ ഹനുമാൻ സ്വാമി കണ്ടിട്ടുണ്ടല്ലോ. അടുത്തുനിന്നൊരു ശിവക്ഷേത്ര ശിവഭഗവാനിൽ ആരാധിക്കുന്നുണ്ട്. അതിനകത്തുനിന്ന് ടോക്ക് മീൻസ് അമ്പലം എന്നാണ് കേട്ടോ. ഗണേഷ് ടോക്ക് കണ്ട് ഹനുമാൻ ടോക്ക് കാണാൻ പോകുന്നു. എത്ര രസമാണ് ഇവിടെ നിൽക്കണേന്ന് ഒട്ടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും നന്നായിട്ടാണ് ഈ ഫീലിംഗ്. ഭയങ്കര ഫീലിംഗ്, നല്ല തണുത്ത കാറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ അറ്റത്ത് രണ്ട് മലയുടെ എവിടെയും കണ്ട കാണാൻ പറ്റുന്നില്ല ശരിക്കും. അപ്പം നേരെ നോക്കുമ്പോൾ കാണാം. ഇതിലെത്രത്തോളം കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അത് ഫോഗാണ്.
അങ്ങനെ ഞങ്ങൾ ഗാങ്ടോക്കിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലെത്തിയിട്ടാണ്. ഇവിടെ നമ്മൾ സാധാരണയൊക്കെ പോലെ ഹിൽസിൽ കാണുന്ന കുറച്ച് ചെടികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ആയുർവേദ ചെടികളൊക്കെ ഉണ്ട്. നമ്മുടെയൊക്കെ ഗാർഡനിലൊക്കെ കാണുന്ന പോലെ തന്നെ. അങ്ങനെ എനിക്ക് വിശേഷമായിട്ട് കൂടുതലായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ നല്ല രസമാണ്, അതിൻ്റെ അറ്റ്മോസ്ഫിയറൊക്കെ നല്ല രസമായിരുന്നു. ഒത്തിരി വൈഡ് ഏരിയ ആണ്. ഇനി ഗാങ്ടോക്കിലെ ദേശീയ വസ്ത്രത്തിൽ ഇട്ടിട്ടുള്ള ഫോട്ടോഷൂട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നത് ഗാങ്ടോക്ക് മാർക്കറ്റിലേക്കാണ്. ഇതിവിടുത്തെ മെയിൻ മാർക്കറ്റായിട്ട് ഞങ്ങൾ പോയ സമയം ഒരു 7 മണി സമയമായിരുന്നു ഏകദേശം. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ചെറിയൊരു നോൺ വെജ് ഊണ്. ഞാൻ മാത്രം കേട്ടോ, എൻ്റെ കൂടെയുള്ള ആൾ വെജിറ്റേറിയനാണ്. അപ്പോൾ ഇനി അടുത്ത പാട്ടിൽ കാണാം കേട്ടോ.